ഹലോ നമസ്കാരം, ഷെഫ് പിള്ളയാണ്. 7 വർഷം മുമ്പ് ബ്രിട്ടീഷ് മലയാളിയുടെ ന്യൂസ് പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചതിന് ശേഷം എന്റെ കരിയറിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാം. 15 വർഷത്തോളം നിങ്ങളെപ്പോലെ തന്നെ ഒരു UK പ്രവാസിയായിരുന്നു. BBC പങ്കെടുക്കുന്നു, വാർത്തയാവുന്നു, അതിനുശേഷം ഈ അവാർഡ് വരുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റുന്നു, ഒരു വലിയൊരു ബ്രാൻഡിനോട് ജോലി ചെയ്യുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് ഒരു സംരംഭമൊക്കെ ചെയ്യാൻ പറ്റി. പുതിയ ഒരു 25 റെസ്റ്റോറൻറ്റ്സോളം ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നടന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ആദ്യം ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു അംഗീകാരമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് മലയാളിയുടെ നിന്ന് ലഭിച്ച ഈ ഒരു അവാർഡ് എൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട്, അതിന് ഏറ്റവും ഭയങ്കര സന്തോഷം, താങ്ക് യു പറയേണ്ടത് അവാർഡിന് വോട്ടിങ്ങിന് പങ്കെടുത്ത നമ്മുടെ ഉള്ള എല്ലാ സുഹൃത്തുക്കളും പ്രിയപ്പെട്ട ആൾക്കാരോടും അതിനോടൊപ്പം ബ്രിട്ടീഷ് മലയാളികളോടും എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായ സന്തോഷവും അല്ലെ അവരുടെ കരിയറിനെയും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Hello everybody, this is Priyala. It gives me immense pleasure to wish all the contestants who are taking part at the very prestigious award, the 10th British Malayali Awards Night, which is happening on the June 22nd in Leicester. It takes me back to the very moment in 2011 where I had the honour and privilege to be named in as the most influential British Malayali of the year. Not only that I've won this prestigious award, which I treasure till now, but also I've gained a huge Malayali family which I carry at heart wherever I go. I know I represent each and every one of you with great pride and responsibility. I'm forever grateful to each and every one of you who's been a part of my journey, from family to friends. Just want to take this opportunity to wish all the contestants the very best. Thank you very much. Have a good day. Bye-bye. Hi everyone, my name is Dana Anjomon. I was the last winner of the British Malayali Young Talent Award 2019. I achieved this award due to the immense support of the general public as well as British Malayali's immense support. British Malayali encourages young talents and personalities across the country and promotes them and encourages their talents. Having performed on various stages and having competed at various colloquiums and competitions led me to gaining this award. Winning the award has impacted my life a lot and it is one of my biggest accomplishments to date. After winning the award, I wrote, sang and acted in an album song called Once Me. Also, I was invited to sing in a movie called Behind, which is later to be released this year. I also sang in 6 other albums, many recorded in India, and was very grateful for this, and this was all due to having won the award. My message to others who want to achieve similar feats would be keep doing what you love and never give up, never lose confidence as confidence is the key to success. I'm wishing all the contestants for the awards the very best of luck, and thank you British Malayali once again. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീമ സൈമൺ ഫ്രം മാഞ്ചസ്റ്റർ. കൊൽക്കത്ത AMRI ഹോസ്പിറ്റലിലെ തീപിടുത്തത്തിൽ സ്വജീവൻ നഷ്ടപ്പെടുത്തി രോഗികളെ രക്ഷിക്കാനിറങ്ങി രക്തസാക്ഷികളായ രമ്യ, വിനീത എന്നീ യുവ നഴ്സുമാരുടെ ഓർമ്മയ്ക്കായി ബ്രിട്ടനിലെ ഏറ്റവും മികച്ച മലയാളി നഴ്സിനെ തേടി ബ്രിട്ടീഷ് മലയാളി ന്യൂസ് ടീം സംഘടിപ്പിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് ഓഫ് ദി ഇയർ അവാർഡ്സിൽ 2019 ജേതാവാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഒരു ഡിപ്ലോമ നഴ്സ് എന്ന നിലയിൽ UK-യിൽ എൻ്റെ നഴ്സിംഗ് കരിയർ തുടങ്ങി ഇന്ന് ഉയർന്ന ഗ്രേഡിലേക്കുള്ള എൻ്റെ ജോലിക്കുള്ള നേട്ടത്തിന് അംഗീകാരമായിരുന്നു ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് ഓഫ് ദി ഇയർ 2019. ഈ അംഗീകാരം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. ഈ അവാർഡ്സ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും നേട്ടങ്ങൾക്കും പ്രചോദനമായി മാറി. അതിൽ ചിലവയാണ് നഴ്സിംഗ് ടൈംസ് ബെസ്റ്റ് ഇന്റർനാഷണൽ നഴ്സ് ഓഫ് ദി ഇയർ 2022, Manchester Foundation Trust Inspirational Nurse of the Year 2020, British Geriatric Society North West Board Member, etc. ഇതുകൂടാതെ നിരവധി സെമിനാറുകൾ, കോൺഫറൻസുകൾ, വെബിനാറുകളിലേക്ക് സ്പീക്കറായിട്ടുള്ള ക്ഷണം, ഇതെല്ലാം ബ്രിട്ടീഷ് മലയാളി അവാർഡ്സിന് ശേഷം എനിക്ക് ലഭിച്ച അവസരങ്ങളാണ്. ബ്രിട്ടീഷ് മലയാളി ഈ വർഷം ജൂൺ 22-ന് ലെസ്റ്ററിലെ മെഹർ സെന്ററിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടത്തുന്നു. ഈ അവാർഡ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം
ബ്രിട്ടീഷ് മലയാളി അവാർഡ്സ് ഫൈനൽസിലെത്തിയ എല്ലാവർക്കും വിജയാശംസകൾ. ബ്രിട്ടീഷ് മലയാളി 2024 അവാർഡ്സിലേക്ക് എല്ലാ ബ്രിട്ടീഷ് മലയാളികൾക്കും സുസ്വാഗതം. സ്നേഹത്തോടെ സീമ സൈമൺ, മാഞ്ചസ്റ്റർ. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ജോമൻ. നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ബ്രിട്ടീഷ് മലയാളിയുടെ അവാർഡ് നൈറ്റ് വരികയാണ് ഈ ജൂൺ 22 ലെസ്റ്ററിൽ വെച്ച്. അപ്പം ഞാനത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യനാണ്. കാരണം 2019 അത് എനിക്കാണ് ഏറ്റവും അവസാനമായി കിട്ടിയത്. എന്റെ ജീവിതത്തിൽ ആ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും സ്പെഷ്യലാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും ആദ്യമായി കിട്ടുന്ന, അതായത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ച എന്റെ സംരംഭങ്ങൾ, എന്റെ ഡ്രീംസിന് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന ഒരു വലിയ റെക്കഗ്നീഷനാണ് ഈ ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ. ഒരു നിമിത്തം എന്ന് പറയുന്ന പോലെ ഞാനത് കോവൻട്രിയിൽ നിന്നാണ് അത് മേടിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ കോവൻട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ടിഫിൻ ബോക്സിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആകാനുള്ള ഒരു വലിയ കാരണം എന്ന് പറയുന്നത്, ഈ നാട്ടിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ, അതായത് ജോമോനെ അറിയുന്ന ഒരു മനുഷ്യൻ പോലും ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഒരു 6-7-8 വർഷങ്ങൾക്ക് ശേഷം ഒരു നിറഞ്ഞ സദസ്സിൽ ബ്രിട്ടീഷ് മലയാളിയുടെ ന്യൂസ് പേഴ്സൺ ഓഫ് ദി അവാർഡ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഏറ്റവും വലിയ റെക്കഗ്നേഷനാണ് ഈ നാട്ടിൽ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് നീതി പുലർത്താൻ പറ്റുന്നുവെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു വലിയ അസുലഭ നിമിഷമാണ് എന്റെ ജീവിതത്തിൽ നടന്നുപോയത്. ആ അവാർഡ് നൈറ്റിന് ഒരുപക്ഷെ എന്നെ അർഹനാക്കിയത് സോഷ്യൽ മീഡിയയിലുള്ള എന്റെ സ്വാധീനം, ഞാൻ നമ്മുടെ നാടൻ ഫുഡുകളെ മോഡേൺ ലോകത്തിന് പരിചയപ്പെടുത്തിയ രീതി, അല്ലെങ്കിൽ നാടൻ ഫുഡിനെ കല്ലറി വേൾഡില് ഫൈൻ ഡൈനിങ്ങിൽ പ്രസന്റ് ചെയ്ത രീതി, BBC സെലിബ്രിറ്റി മാസ്റ്റർ ഷെഫില് ട്രെയിനറായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റിയ സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്താണ് ബ്രിട്ടീഷ് മലയാളി എന്നെ 5 പേരുടെ നാമനിർദ്ദേശത്തിൽ എന്നെ അവാർഡിനായി നോമിനേറ്റ് ചെയ്യുന്നത്. ആ അവാർഡിനായതിനു ശേഷം നമ്മൾ ഒരുപാട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ചെല്ലുന്നിടത്ത്, അല്ലെ നമ്മളെ അറിയുന്ന പോലെ തന്നെ, അല്ലെ നമ്മളെ ചിരകാല പരിചയമുള്ള പോലെ ആൾക്കാരെ വന്ന് പരിചയപ്പെടാൻ, നമ്മളോട് സംസാരിക്കാൻ, നമുക്കൊരു വലിയ റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു വലിയ ഫീൽ, അതൊരു ഭയങ്കര വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരിക. ഇപ്പം നിങ്ങൾ എന്താണ് എനിക്കൊരു പുതുതലമുറയോട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത്, ചെയ്യുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥയോടെ, ഏറ്റവും 100% ആയിട്ട് അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥയോടെ നിന്നാൽ ആ ചെയ്യുന്ന ജോലി നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് എത്തിക്കും എന്ന് എന്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനും പേഴ്സണലി നോക്കിയിരിക്കുകയാണ് ആർക്കാണ് ഈ വർഷത്തെ അവാർഡ് കിട്ടുന്നതെന്ന്. അത് ആർക്കാണെങ്കിലും വളരെ അർഹതപ്പെട്ട ഒരു കാര്യങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഒരു വലിയ സക്സസ് ആയി മാറട്ടെ ആ അവാർഡിനായിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. ആരാണ് ആ ജേതാവെന്ന് കാണാനായിട്ട് പേഴ്സണലി. ഹാവ് എ ഗുഡ് വൺ. എല്ലാവർക്കും നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ഷെഫ് ജോമോൻ. ഹാപ്പി ഡേയ്സ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, 2015 ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷൻ അവാർഡിന്റെ ഒരു ജേതാവ് എന്ന നിലയിൽ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, അവാർഡ് ലഭിച്ചതിലൂടെ എൻ്റെ ജീവിതത്തിൽ ബ്രിട്ടീഷ് സൊസൈറ്റി, പ്രത്യേകിച്ച് മലയാളികൾ എനിക്ക് നൽകിയ അംഗീകാരം ഞാൻ ഇന്നും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിലൂടെ എനിക്ക് കൂടുതലായിട്ട് പല മേഖലകളിലും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചതിന്റെ ആ ഒരു ഊർജം നിങ്ങൾ നൽകിയ ഒരു അംഗീകാരമാണ്. ഇത്തരത്തിലുള്ള അവാർഡുകളിലൂടെ നമുക്ക് ഒത്തിരിയേറെ പേരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ആരും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നത് അവാർഡ് ഉദ്ദേശിച്ചുകൊണ്ടല്ല, എന്നാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് അംഗീകാരം ലഭിക്കും. അത് നമ്മുടെ ടോക്കൺ ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അതുകൂടാതെ നമുക്കറിയാം, നമ്മൾ ഒത്തിരിയേറെ ലഭിച്ച ഒരു സൊസൈറ്റിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരികെ നമുക്ക് കൊടുക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. അതിൽ മറ്റുള്ളവരിലേക്ക് അത് ഇൻഫോം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു പ്രേരണ ലഭിക്കുന്നു. അതുകൂടാതെ ഈ കൊച്ചു ജീവിതത്തിൽ നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്കും മറ്റുള്ളവർക്കും കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് ഈ അവാർഡിന് വേണ്ടി ഒരുങ്ങുന്നവരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, അവാർഡ് ലഭിക്കുന്നവർക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹവും, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അതിലൂടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അവാർഡ് ലഭിക്കും. അതുതന്നെയല്ല, നമ്മൾ മരണം വരെ നമ്മൾ ഈ ഒരു ചാരിറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. ഈ മാസം 22-ാം തീയതി ലെസ്റ്ററിൽ നടക്കുന്ന അവാർഡ് നൈറ്റിലേക്ക്, ആ ധന്യ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. Hi everyone, my name is Sneha Saji and I was the 2016 British Malayali Young Talent Award winner. I won the Young Talent Award for my participation in dancing. So I started getting professionally trained in Indian classical dance at the age of 7 under my Guru Shiju Menon, and it was around the age of about 10 to 11 that I started competing around the UK, and I was able to win various awards such as Yukma National Champion. I was Kaladiligam for several years. I won the Natya Mayuram Award. I won awards at Asian Talent Contest.
And I think it was winning these awards and being able to perform at various different events around the UK that led me to win the Young Talent Award in 2016. And I think winning the award at such a young age and getting that recognition definitely motivated me and encouraged me to keep doing what I was doing. So right now I am studying medicine at the University of Manchester. If I was to give some advice to the future generation that want to achieve something similar to me, I would definitely say a good place to start is your local communities. So your local Malayali associations, your Indian community. Try and create a platform for yourself and try and create opportunities for yourself where you can perform, and you'll increase confidence that way, and you also increase your exposure. So keep working hard and keep being dedicated to what you want to achieve, and also surround yourself with people that support you and bring you positivity, because that will also keep you going. Thank you so much for listening to me, and I wish British Malayali all the best with their upcoming event, and I hope you all enjoy it. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനിജ. ഞാൻ കൊട്ടിയം കോളിക്രോസിലാണ് നഴ്സിംഗ് ചെയ്തത്. അതിനുശേഷം ഡിപ്ലോമയ്ക്ക് ശേഷം ഡിഗ്രി ചെയ്തു. അത് ഫാദർ മുള്ളേഴ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം കുറേ വർഷങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്തു. എന്നിട്ട് 2000 UK വന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പേഷ്യൻ്റ് കെയറിൻ്റെയും ക്വാളിറ്റിയും സേഫ്റ്റിയെ കുറിച്ചായിരുന്നു. അതിൻ്റെ കൂടെ കുറേ സർവീസ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഒത്തിരി മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. മറ്റുള്ള കരിയർ ഡെവലപ്മെൻ്റ് ആയാലും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഒത്തിരി ഞാൻ സമയങ്ങൾ കണ്ടെത്താറുണ്ട്. പക്ഷേ മറ്റുള്ളവരെന്നെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ കുറേ അവാർഡ്സുകളൊക്കെ കിട്ടി. അതിലൊന്നാണ് ബ്രിട്ടീഷ് മലയാളി അവാർഡ്. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റുള്ളവരെ അത് ഇൻസ്പയർ ചെയ്യാൻ സഹായിക്കും. ബ്രിട്ടീഷ് മലയാളി അവാർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ് 2012 നഴ്സ് ഓഫ് ദി ഇയറിൻ്റെ ഷോർട്ട് ലിസ്റ്റായി വന്നത്. അതിനുശേഷം 2017 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡും കിട്ടി. അപ്പോൾ കരിയറിൽ അതിനുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ അതെങ്ങനെ എന്നെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒഫ്കോഴ്സ് നമുക്ക് അവാർഡ് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതിലും കൂടുതൽ എന്നെ സഹായിച്ചതിനേക്കാളും കൂടുതൽ നമ്മുടെ മലയാളികളായ മറ്റു കൊളീഗ്സ് നഴ്സുമാരെ സഹായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെ അവാർഡ് കിട്ടുന്നത് അവരറിയുമ്പോൾ അവർക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അതൊരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്ന്. അതാണ് എന്നെക്കാളും മറ്റുള്ളവരെ സഹായിച്ചെന്നാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. UK നിന്ന് പുതിയതായി വന്ന നഴ്സുമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നഴ്സിംഗിന്റെ വാല്യൂസ് എപ്പോഴും മുറുകെ പിടിക്കുക. നമ്മൾ മുമ്പോട്ട് പോകും തോറും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമുക്കാരും അവസരങ്ങൾ കൊണ്ടുവന്ന് തരത്തില്ല, നമ്മളാണ് അതിൻ്റെ പുറകെ പോകേണ്ടതെന്ന് ചിന്തിക്കുക. പിന്നെ നമ്മളെപ്പോഴും മടിച്ചു നിൽക്കുന്നവരാണ് മലയാളികൾ. ചലഞ്ചസ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി റിസ്ക് ഒക്കെ ആയിരിക്കും ചിലത്, പക്ഷേ അങ്ങനെയൊക്കെ ചലഞ്ചസും റിസ്കുകളൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജൂൺ 22 ലെസ്റ്ററിൽ വെച്ച് നടക്കുന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളെപ്പോലെയുള്ള മലയാളി നഴ്സുമാർ സപ്പോർട്ട് ചെയ്യുന്നതിലും റെക്കഗ്നൈസ് ചെയ്യുന്നതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഞാനും അവിടെ കാണും. അപ്പം നിങ്ങളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവിടെ വെച്ച് കാണാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീഡോ ജോർജ്. 2016 ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിൽ ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ആദ്യമേ തന്നെ ഈ മാസം 22 ലെസ്റ്ററിൽ നടക്കുന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ബ്രിട്ടീഷ് മലയാളി അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് വെറും ഒരു മാധ്യമ പുരസ്കാരം മാത്രമല്ല. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. ഈ ഒരു തിരിച്ചറിവാണ് ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിൻ്റെ പിന്നണി പ്രവർത്തകർക്കും എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. Hello, I'm Alan Phillip from Bournemouth, and I won the British Malayali Young Talent of the Year award in 2017. It was an honour for me to receive the award from such an iconic and influential media organisation. And I think the reason that I received the award is because from a very young age, my parents and the Malayali community around me encouraged me to pursue a wide variety of interests, which led me to achievements in different areas, including academic, creative and sporting. After I received the award, I went on to do a degree in politics and economics at LSE, but I kept being drawn towards my passion for performance,
which is why after that I went to drama school and I trained as an actor for a year, after which I signed with my agent and am now auditioning for amazing roles in TV, film and theatre. So I'd say the award definitely served as motivation for me to go and pursue my dream, and that's the advice that I'd give to other people as well, to go after what they want, because if you don't, you might end up regretting it and thinking, what if I had tried? Could I have made it work? But yeah, anyway, thank you very much to British Malayali, and I hope you all have a wonderful night. ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബെറ്റി വർഗീസ്. 2024 ജൂൺ 22 ലെസ്റ്ററിൽ നടക്കാൻ പോകുന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിലേക്ക് എൻ്റെ എല്ലാ ആശംസകളും. 2014 ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിൻ്റെ ബെസ്റ്റ് നേഴ്സ് ഓഫ് ദി ഇയർ അവാർഡ് എനിക്കായിരുന്നു കിട്ടിയത്. UK-യിലുള്ള മികച്ച പ്രതിഭകളെ കണ്ടെത്താനായി ബ്രിട്ടീഷ് മലയാളി ഒരുക്കുന്ന ഈ ഒരു അവസരം വളരെ പ്രശംസനീയമാണ്. 2014 എൻ്റെ ക്ലിനിക്കൽ എക്സലൻസ് ആൻഡ് എൻ്റെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് എന്നെ ഈ അവാർഡിനായിട്ട് പരിഗണിച്ചത്. 10 വർഷങ്ങൾക്ക് മുൻപ് മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നുള്ള കോഴ്സൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടും ഓപ്പർച്യൂണിറ്റീസ് കുറവും സപ്പോർട്ട് കുറവും ഒക്കെ ആയിരുന്നു. ആ ഒരു അവസരത്തിലായിരുന്നു എൻ്റെ ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെയും ഒക്കെ ഫലമായിട്ട് ഫസ്റ്റ് റാങ്കോട് കൂടി കാരിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സാകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് മലയാളി ഈ അവാർഡ് എന്നെ പരിഗണിച്ചതും. അതിനുശേഷം നഴ്സിംഗ് കരിയറിലുള്ള പലരും എന്നെ കോൺടാക്ട് ചെയ്തു, കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അഡ്വൈസിന് വേണ്ടിയിട്ടും ഒക്കെ. ബ്രിട്ടീഷ് മലയാളിയുടെ ഈ ഒരു അവാർഡ് ഞാൻ വളരെ നല്ലൊരു അംഗീകാരമായിട്ടും ഞാൻ കരുതുന്നു. ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അവസരം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിരുന്നു. അതെനിക്ക് വളരെ അംഗീകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എനിക്ക് വരും തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി ഡ്രീം ചെയ്യുക, എയിം ചെയ്യുക, അച്ചീവ് ചെയ്യുക. നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ, ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോണി ജോസഫ് അഞ്ചനാനത്ത്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന KR നാരായണന്റെ ജന്മസ്ഥലമായ ഉഴുവിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2012 ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് എനിക്ക് തന്ന ബ്രിട്ടീഷ് മലയാളിക്ക് ആദ്യം ഞാൻ നന്ദി പറയുന്നു. ചെറുപ്പം മുതലേ എൻ്റെ ഡാൻസിന്റെ താല്പര്യം അറിഞ്ഞ് അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത് എൻ്റെ പേരൻസ് തന്നെയാണ്. ഈ നിമിഷം എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപോയ എൻ്റെ ആദ്യ ഗുരുവായ കലാഭവൻ രാജേഷ് മാസ്റ്ററിനോടാണ്. 5 വർഷം തുടർച്ചയായി ഏഷ്യാനെറ്റ് യൂറോപ്പ് ടാലന്റ് കോൺടെസ്റ്റ് ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കുവാനും UK-യിൽ നടന്നുകൊണ്ടിരുന്ന തില്ലാന, കിലുക്കം, സോ യു തിങ്ക് യു ക്യാൻ ഡാൻസ് പോലെയുള്ള കോമ്പറ്റീഷൻസ് പങ്കെടുക്കുവാനും പിന്നീട് WDO ഓർഗനൈസ് ചെയ്ത വേൾഡ് ഡാൻസ് ഒളിമ്പ്യാഡ് UK മത്സരത്തിൽ സെലക്ഷൻ നേടി ഫൈനൽ കോമ്പറ്റീഷനു വേണ്ടി മോസ്കോയിൽ പോയി വിന്നർ ആകുവാനും ഉള്ള അനുഗ്രഹം ലഭിച്ചു. അങ്ങനെയാണ് ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് എനിക്ക് നേടുവാൻ സാധിച്ചത്. ഈ അവാർഡ് എനിക്ക് കിട്ടിയതിനു ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടി. ഫോർ എക്സാമ്പിൾ UK-യിൽ പലയിടത്തും കൊറിയോഗ്രാഫ് ചെയ്യാനും ജഡ്ജസ് ആയി പോകുവാനും പിന്നീട് ഒരുപാട് പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാനും എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രൊഫഷണലി ഒരു സൊളിസിറ്ററായി ഒരു നാഷണൽ സൊളിസിറ്റർ ഫേമിൽ വർക്ക് ചെയ്യുവാണ്. പക്ഷേ അതോടൊപ്പം ഞാൻ ലെസ്റ്ററിൽ TJV ഡാൻസ് കമ്പനി എന്ന പേരിൽ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. ആൻഡ് ഐ ടീച്ച് ഓവർ 100 സ്റ്റുഡൻസ്. അതിൻ്റെയൊക്കെ കാരണം ഇതുപോലെയുള്ള അവാർഡ്സ് എനിക്ക് തന്ന മെമ്മറീസും കോൺഫിഡൻസും തന്നെയാണ്. ആൻഡ് ഫൈനലി ദി അഡ്വൈസ് ഐ ഹാവ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ ഈസ്, no matter what profession you go into, do not let go of the talent you enjoy and treasure. 2024 British Malayali Awards Night is due to be held on the 22nd of June 2024 in Leicester, and I wish all the contestants all the best. Hello everyone, my name is Shibu Chako. I'm a registered nurse, currently working as the director of Glendale Academy, a training provider in the UK for healthcare professionals. I was fortunate to receive the Best Nurse Award back in 2016 from the British Malayali news portal. This was one of the best moments in my nursing career and has certainly influenced my future goals and aspirations. One of the important moments in my nursing career was joining NHS Blood and Transplant as a specialist nurse in organ donation back in 2014. During this employment, I was fortunate to work with the minority communities to promote organ donation. I also played a key role
in developing the world's first course on organ donation and transplantation for healthcare professionals. This program was a huge success, and Department of Health has nominated me for Queen's Honours, and I received a Member of British Empire from King Charles in 2019. I strongly believe the energy I received from the British Malayali Best Nurse Award was one of the key influences in my career development. This award has also opened up new opportunities for me to contribute to the healthcare community as a whole as well. To those who are aspiring for similar goals, my message is to embrace your career journey with resilience and passion. Always remember, challenges and setbacks are part of your journey. Use these as an opportunity to grow and improve. Always stay committed to your goals. Remain adaptable and maintain a positive outlook. Thank you and best wishes. Hello. So British Malayali has asked me to reflect on my journey and what was one of the most key reasons why I achieved British Malayali Young Talent Award in 2013 that influenced my success. So the answer to that is definitely my parents. My parents have been my biggest supporters. They have encouraged me from a very young age to seek out hobbies, to develop those hobbies. I enjoyed dancing. I enjoyed public speaking, acting, dressing up, and my parents were always there. They were very present in my life to help me achieve those things. And I remember they would take me every weekend all over the country to events, to competitions, where I could show off my hobby, where I enjoyed being on stage, doing what I loved. And I think that is one of the most key important reasons why I achieved the British Malayali Young Talent Award back in 2013. So winning the award significantly boosted my confidence as a child. It made me realize hard work and talent was recognized and valued by others. It made me more rooted to our community and our culture. I was able to help other young children follow their passion, follow their hobbies. I say be happy and do what you enjoy. If it's a particular sport, a hobby, whatever it is, if you enjoy it, you are more likely to give your 100% at it. And when you give your 100% at whatever it is that you want to do, you will succeed. It will give you a beautiful result. So don't force yourself. Don't do something that you feel like you have to because everybody else is doing it. Take your time and build yourself up slowly. Give your 100%. Hi everyone, my name is Shraddha Unathan and I'm so excited to be speaking to you all as a previous winner of the British Malayali Young Talent Award. In 2017, I had won the Yukma Kala Tilagam for dancing, singing and fancy dress, and I won that at the age of 7, so up to date I'm still the youngest winner there. My dance teachers were my mum and Shiju Menon, and my singing teacher was Malavika Anilkumar, and they gave me so much support and encouragement, and they still do. And that's what motivated me so much and brought me up to where I am today. And soon after winning this Kala Tilagam in 2018, I was nominated by British Malayali for the Young Talent Award. And thanks to all of you, I got the highest number of votes and won that award at the age of 8. And I'm also the youngest winner to get the Young Talent Award. And I think that motivated me so much, and it fueled my love for dancing and singing and piano, and it kind of just fueled my love for all the arts and just made me want to keep doing what I love doing. And since then I've completed my grade 8 in piano and I'm currently pursuing my diploma, and I've had so many opportunities at so many different events for dancing and singing, and it's just been such a great experience performing at all these different places. And seeing all these other talents coming to British Malayali, it's so inspiring. And I think seeing all of this, it makes me want to give back to the community. So I do a lot of voluntary work and charity events. And at the moment, I'm doing the 3 Peaks Challenge. I'm doing this for the Great Ormond Street Hospital Children's Charity,
because it's a charity that means so much to me and it's really close to my heart, and it gives me a great sense of achievement and accomplishment, and it makes me feel so happy that I'm raising money for this amazing charity. Finally, I'd just like to say thank you to British Malayali for giving me all these opportunities and so much support through all these years. And good luck for the people this year who have been nominated by British Malayali for the 22nd of June 2024 in Leicester. Good luck to all of you, and just keep following your dreams because you never know where they might take you. So thank you for watching. നമസ്കാരം, എൻ്റെ പേര് നൈസ് സേവ്യർ. UK ആക്ച്വലി എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് കലാഭവൻ നൈസ് എന്നാണ്. UK വന്നു ഡാൻസ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഡാൻസിന്റെ കാര്യങ്ങളിലേക്ക് വഴിയിലൂടെ പോയി. പക്ഷെ അതിന്റെ കൂടെ തന്നെ എൻ്റെ പ്രൊഫഷൻ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് ഞാൻ വർക്കും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഡാൻസ് എന്ന് പറയുന്ന ഒരു കല നമ്മൾ UK അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ അറിയപ്പെടാനുള്ള ഏറ്റവും വലിയൊരു ഒരു 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 സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ബ്രിട്ടീഷ് മലയാളിയിൽ നിന്നായിരുന്നു. 2014 ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിലൂടെ എനിക്ക് ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് എനിക്ക് ലഭിച്ചു. അതിലൂടെയാണ് എനിക്ക് മോസ്റ്റ് ഓഫ് ദി എൻ്റെ ആൾക്കാർ, എൻ്റെ നാട്ടുകാർ, അതായത് UK ഇപ്പം നാട്ടുകാരാണ് എൻ്റെ എല്ലാ നാട്ടുകാരും എന്നെക്കുറിച്ച് അറിയപ്പെടുകയും അതിലൂടെ എൻ്റെ കരിയർ, എൻ്റെ ഡാൻസ് കരിയർ കുറച്ചും കൂടി എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചതും ബ്രിട്ടീഷ് മലയാളി തന്നെയാണ്. അവാർഡ് കിട്ടിയത് പോലുമാണെങ്കിൽ ഏറ്റവും നമ്മുടെ മലയാള ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രിയിൽ പറയുന്ന ലെജൻഡ് കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അത് മധുസാറായിരുന്നു. മധുസാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു അനുഗ്രഹം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഒരു അനുഗ്രഹത്തിലൂടെയാണ് ഞാൻ ഇപ്പോഴും വഴികളിലൂടെ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന പുതിയ ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ഈ 2024 ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് വരുന്നവരാണെങ്കിൽ പോലും ഞാൻ ഒട്ടേറെ സന്തോഷമാണ്. ആ കിട്ടുന്ന അവാർഡ് അത് അർഹിക്കപ്പെട്ടവർക്ക് തന്നെയാണ് ബ്രിട്ടീഷ് മലയാളി കൊടുക്കുന്നത്. അവര് എത്രത്തോളം ഉന്നതത്തിൽ, അവരെത്രത്തോളം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തുന്നതെന്നുള്ളത് അത് ബ്രിട്ടീഷ് മലയാളി കാണിക്കുന്നുണ്ട്. ഞാനും ഉണ്ടാവും. നമ്മുടെ 22-ാം തീയതി, ജൂൺ 22-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മുടെ ലെസ്റ്ററിൽ വെച്ച് നടക്കുന്ന, മെഹൽ സെന്ററിൽ നടക്കുന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിൽ ഞാനും എൻ്റെ ഡ്രീം ടീം UK ഉണ്ടാവും. എന്നെയും അവിടെ വെച്ച് കാണാം. നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. ഓക്കെ, സി യാ. താങ്ക് യു. എൻ്റെ എല്ലാ ബ്രിട്ടീഷ് മലയാളി സഹോദരി സഹോദരങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാൻ അജ്മോൾ പ്രദീപ്, ആഷ്ഫോർഡിൽ താമസിക്കുന്നു. ലണ്ടനിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ജന്മനാട് കോട്ടയം മള്ളൂശ്ശേരി എന്ന പ്രദേശത്തു നിന്നാണ്. 2001 ഞാൻ മാഞ്ചസ്റ്റർ എന്ന പ്രദേശത്തേക്ക് ഒരു അഡാപ്റ്റേഷൻ നഴ്സായിട്ട് കടന്നു വന്നു. ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി തന്ന ബ്രിട്ടീഷ് മലയാളിയുടെ ഓരോ ഭാരവാഹികളോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എനിക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിൻ്റെ ആ ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് എന്ന് തോന്നുന്നതുകൊണ്ട് ചെറിയൊരു സ്നാപ്ഷോട്ടായിട്ട് ഞാൻ പറയാം. 2010-2011 കാലഘട്ടങ്ങളിൽ ഞാനൊരു റീനൽ നേഴ്സായിട്ട് നോർത്ത് വെസ്റ്റിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴവിടെ നമ്മുടെ ഏഷ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പല പേഷ്യൻസും ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കാണുകയും അതിൻ്റെ ഡെപ്ത് അന്വേഷിച്ച് പോയപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനൊരു മെയിൻ റീസൺ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ലാക്ക് ഓഫ് അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെ ഈ മെസ്സേജ് ഒന്ന് എത്തിക്കാമെന്ന് ആഗ്രഹിച്ച് പല വാതിലുകളും മുട്ടി. അതിലെ ഒരു വാതിലായിരുന്നു ബ്രിട്ടീഷ് മലയാളി ഒഫീഷ്യൽ എഡിറ്റേഴ്സ്. അത് ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല, എങ്കിലും എനിക്കറിയാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന്. ചില പ്രത്യേക വ്യക്തികൾ ആ സമയത്ത് എനിക്ക് 2 കരവും തുറന്നു തന്നത് ഈ ഒരു മെസ്സേജ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുവാനുള്ള വഴികൾ ബ്രിട്ടീഷ് മലയാളി ഓഫീസ് ബെയറേഴ്സ് ന്യൂസായിട്ട് അത് കൊടുക്കുകയും അത് പല ജീവിതങ്ങളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തുവാൻ കാരണമാക്കുകയും ചെയ്തു. 22-ാം തീയതി ജൂണിൽ ലെസ്റ്ററിൽ നടക്കുന്ന
ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിൽ എനിക്ക് പേഴ്സണലായിട്ട് വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, കാരണം എൻ്റെ പേഴ്സണൽ റീസൺ കാരണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നേരിൽ കാണുന്നത് മിസ്സാവും. എങ്കിലും എൻ്റെ പ്രസൻസ് വെർച്വലി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും അർപ്പിക്കുകയാണ്. അന്ന് നടക്കുന്ന അവാർഡ് നൈറ്റിൽ വരുന്ന എല്ലാ വിന്നേഴ്സിനും എൻ്റെ advance congratulations and thank you again and God bless us all.